മന്ത്രകോടി. രചന അവതരണം മിത്രവിന്ദ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ലച്ചു മാത്രമായിരിക്കും. എല്ലാം ഉറപ്പിച്ച മട്ടിലാണ് അശോക്. എടാ അശോകെ, നീ വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. അച്ഛനെന്നെ വിശ്വാസമില്ലെങ്കിൽ ലച്ചുവിനെ വിളിക്ക്, അവളോട് ചോദിക്ക്, എന്നിട്ട് തീരുമാനിക്കുക എന്താണെന്ന്. അശോക് വീറോടെ ബാലകൃഷ്ണനെ നോക്കി പറഞ്ഞു. മാധവ, നീ എന്താ ഒന്നും പറയാത്തത്? ഇതൊക്കെ കേട്ടിട്ട് എനിക്കെന്തോ ഭയം തോന്നുന്നു. ബാലൻ തൻ്റെ സ്നേഹിതൻ്റെ അരികിലേക്ക് വന്നിരുന്നു. ഇരു കൈകളും ശിരസിലൊന്ന് ഇരിക്കുകയാണ് വാര്യർ. നീ പോയി ലച്ചുവിനെ വിളിക്കു ബാല. അശോക് പറഞ്ഞതുപോലെ എൻ്റെ മകൾക്കും ഇതിൽ പങ്കുണ്ടോയെന്നറിയണ്ടേ, എന്നിട്ടാവാം ബാക്കി. മാധവ് വാര്യർ പതുക്കെ പിറുപിറുത്തു. ലച്ചു മോളെ. ബാലകൃഷ്ണൻ ഉറക്കെ വിളിച്ചു. അശോകിൻ്റെ കണ്ണുകൾ വാതിൽപ്പടിയിലാണ്. ലച്ചു പതിയെ മുൻപോട്ട് വന്നു. ആ, ലച്ചു വന്നല്ലോ. ബാലകൃഷ്ണൻ എഴുന്നേറ്റവളുടെ അടുത്തേക്ക് വന്നു. മോളെ, നാളെ കഴിഞ്ഞ് നിന്റെ വിവാഹ നിശ്ചയവും അതിനുശേഷം 1 മാസത്തിനിടയ്ക്ക് നിന്റെ കല്യാണവുമാണ്. നിനക്കതറിയാലോ അല്ലേ? അയാൾ ചോദിച്ചപ്പോൾ അവൾ മെല്ലെ തലകുലുക്കി. നിനക്കതിൽ സമ്മതക്കുറവ് എന്തേലും ഉണ്ടോ? അടുത്ത ചോദ്യം ബാലകൃഷ്ണൻ അവളോട് ചോദിച്ചുവെങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്പസമയം കൂടി നിന്നിട്ട് ബാലൻ മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് തിരിഞ്ഞു. എന്തെങ്കിലും സമ്മതക്കുറവുണ്ടോ മോളെ? പറയേ. അയാൾ വീണ്ടും അവളെ നോക്കി. പക്ഷെ അപ്പോഴും ലച്ചു ഒന്നും മിണ്ടിയില്ല. ദേ, എല്ലാവരും നോക്കിയേ. ലച്ചുവിന് ഒരു സമ്മതക്കുറവുമില്ല. അതല്ലേ ഈ കുട്ടി ഇപ്പോൾ ഒന്നും പറയാത്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? എൻ്റെ മകൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു. ഞാനതിന് നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. മാധവ, നീ ക്ഷമിക്കണം കേട്ടോ. ശോഭേ, ഇറങ്ങി വാ, നേരം കളയാതെ പോകാം. ബാലകൃഷ്ണൻ തിരിഞ്ഞു നോക്കാതെ മുൻപോട്ട് നടന്നു. അങ്കിൾ. അയാൾ വാതിക്കലെത്തിയതും ലച്ചു കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു. ബാലകൃഷ്ണൻ തിരിഞ്ഞു വന്നു. എന്താ ലച്ചുമോക്ക് എന്തേലും പറയാനുണ്ടോ എന്നോട്? ലച്ചു പതിയെ തലതിരിച്ച് അച്ഛനെ നോക്കി. തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന നിസ്സഹായനായ അച്ഛനെ കണ്ടപ്പോൾ അവളുടെ ചങ്ക് പൊട്ടി. അരുതാത്തതൊന്നും തൻ്റെ നാവിൽ നിന്നും വീഴരുതേ എന്നാണ് ആ മുഖത്ത്. അവൾ ഓടിച്ചെന്ന് അയാളുടെ കാൽക്കൽ വീണു. സോറി അച്ഛ, എനിക്ക് എനിക്ക് അശോകേട്ടൻ പറഞ്ഞെല്ലാം സത്യമാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അശോകേട്ടൻ മതി, വേറെ ആരും വേണ്ട, പ്ലീസ്. പൊട്ടിക്കരയാണ് ലച്ചു. തൻ്റെ കാലിൽ പിടിച്ച് കണ്ണീർ വാർക്കുന്ന മകളെ ഒരു നിമിഷം അയാൾ നോക്കിയിരുന്നു. അവളുടെ കണ്ണീർ കണ്ട് അശോകൻ അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? അവൻ സ്വയം കടിച്ചമർത്തി. അച്ഛ, സോറി അച്ഛ. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നി, പക്ഷെ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് തൻ്റെ മകളെ ഇത്രയും കണ്ണീരോടെ വാര്യർ കാണുന്നത്. രമേ, മോളെ അകത്തേക്ക് കൊണ്ടുപോ. വാര്യർ പറഞ്ഞപ്പോൾ രമ അവിടേക്ക് ഇറങ്ങി വന്നു. ലച്ചു, എഴുന്നേറ്റ് വാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? അവർ അവളുടെ തോളിൽ പിടിച്ചു. ലച്ചു മെല്ലെ എഴുന്നേറ്റു. കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ തുടച്ചു. രമയാണെങ്കിൽ മകളെയും കൂട്ടി അകത്തേക്ക് പോയി. ലച്ചു പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് ദേവൂട്ടിയും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇനി നന്ദേട്ടനോട് എന്തു പറയും? അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടും. ബന്ധുമിത്രാദികൾ മുഴുവൻ നിശ്ചയത്തിനെത്തുമ്പോൾ എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്ക് തലപെരുത്തു. ചേച്ചി, ദേവു വിളിച്ചതും ലച്ചു അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? അച്ഛനും അങ്ങളും കൂടി ആലോചിച്ച് എല്ലാം തീരുമാനിച്ചോളും. അവൾ ലച്ചുവിനെ സമാധാനിപ്പിച്ചു. സമയം പിന്നിട്ടുകൊണ്ടേയിരുന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടാതിരിക്കുകയാണ് അകത്തെ സ്വീകരണ മുറി. സരസ്വതി ചേച്ചിയെ വിളിച്ച് കാര്യം പറ ബാലേട്ട, അല്ലാതെ ഇപ്പം എന്തോ ചെയ്യും? ശോഭയാണ് മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് സംസാരിച്ചത്. എന്ത് കാര്യമാണ് നീ ഉദ്ദേശിച്ചേ? ബാലൻ കണ്ണടക്കിടയിലൂടെ ഭാര്യയെ നോക്കി. ലച്ചുവും നന്ദനുമായുള്ള വിവാഹം നടക്കില്ലെന്ന് പറയാം, പിന്നെ അല്ലാതെന്താ? ശോഭ ഒട്ടും മയമില്ലാതെ പറഞ്ഞു. ഒറ്റ വാചകത്തിൽ നീ കാര്യം പറഞ്ഞു കഴിഞ്ഞൂല്ലേ? അല്ലാതെ എന്തോ ചെയ്യും ബാലേട്ടാ? കാര്യത്തിന് നീക്കുപോക്ക് വേണ്ടേ? ശോഭയ്ക്ക് ദേഷ്യം വന്നു. എടി, നന്ദൻ അവൻ്റെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു അവൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന്. അവർ ക്ഷണക്കത്തടിച്ചു. എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞു.
റിലേറ്റീവ്സ് എല്ലാവരും ഇന്ന് മുതൽക്ക് എത്തും. ഈ അവസാന നിമിഷം ഇവൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ അവളോട് വിളിച്ചു പറയും ഈ കാര്യം? ബാലകൃഷ്ണൻ കയർത്തു. നിനക്കൊന്ന് നേരത്തെ ഇങ്ങോട്ട് വരാൻ മേലായിരുന്നോ? അച്ഛൻ പറഞ്ഞ പോലെ ഈ മുഹൂർത്ത നേരത്തെ എത്തിയിട്ട് ഇനി എന്തോ ചെയ്യും? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് രണ്ടും കൂടി. ശോഭയാണെങ്കിൽ മകനെ ദേഷ്യത്തെ നോക്കി പല്ലിഞ്ഞരിച്ചു. സരസ്വതി ചേച്ചിയാണെങ്കിൽ കുറച്ച് മുന്നേ കൂടി എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്തൊരു സന്തോഷത്തിലാണെന്നോ ചേച്ചിയും ചേട്ടനും ഒക്കെ. ഈശ്വര, ഞാൻ ഈ കാര്യം എങ്ങനെ അവരെ പറഞ്ഞ് ധരിപ്പിക്കും? ബാലനാണെങ്കിൽ നെഞ്ചു തടവിയിരുന്നു. അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം, പോരെ? ദേ, ഒരൊറ്റ അടി വെച്ച് തരും കേട്ടോ. എല്ലാം വരുത്തി വെച്ചിട്ട് അവൻ്റെ ഡയലോഗോ. അയാൾ മകൻ്റെ നേർക്ക് കയ്യോങ്ങി. അച്ഛനെ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ടാ. പേടിയോ? ആർക്കടാ പേടി? ഞാൻ അങ്ങനെ നിന്നോട് എപ്പോഴാ പറഞ്ഞേ? അയാൾ മകനോട് കയർത്തു. അച്ഛനൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ നന്ദനെ വിളിച്ചോളാം. എങ്കിൽ നേരത്തെ ആയിക്കൂടായിരുന്നോ? കല്യാണക്കാര്യം ലച്ചു നിന്നോട് പറഞ്ഞ് അറിയിച്ചതല്ലേ? എന്നിട്ടവൻ വന്ന സമയം എനിക്ക് ലീവ് കിട്ടാഞ്ഞതുകൊണ്ടാ. എങ്കിൽ നിനക്ക് ഞങ്ങളെ വിളിച്ചു പറയാൻ മേലായിരുന്നോ? എന്നും അമ്മയെ വിളിച്ച് നീ സംസാരിക്കുന്നതല്ലേ? അത് പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാ. കാരണം ഒരുപാടുണ്ട് അവന് വിശദീകരിക്കാൻ. എൻ്റെ കൈയുടെ ചൂടറിയണ്ടെങ്കിൽ മാറിപ്പൊയ്ക്കണം. ബാലൻ്റെ ശബ്ദമുയർന്നു. ബാലൻ ഒന്ന് വരിക. വെറുതെ ഓരോന്ന് പറഞ്ഞ് അശോകനോട് വഴക്കുണ്ടാക്കണ്ട. വാര്യർ പതിയെ പുറത്തേക്ക് ഇറങ്ങി. മകനെ ദേഷ്യത്തിലൊന്ന് നോക്കിക്കൊണ്ട് ബാലനും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ബാല, നമ്മളിനി എന്താ ചെയ്യുക? കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെയാണെന്ന് ആരും അറിഞ്ഞില്ല. ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളിനി എങ്ങനെ ലച്ചുവിൻ്റെയും നന്ദൻ്റെയും മോതിരമാറ്റം നടത്തും? വാര്യർ തൻ്റെ കൈമുഷ്ടികൾ രണ്ടും കൂട്ടിത്തിരുമ്മി. എനിക്കറിയില്ല മാധവ, ഞാൻ എങ്ങനെ അവളോട് ഈ കാര്യം പറയും? അവൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഓർത്തിട്ട് എനിക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം. എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരും, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. വാര്യർ പറഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി അത് ശരിയാണെന്ന്. ഈ കുട്ടികളെന്താ ഇത് നേരത്തെ പറയാതിരുന്നത്? ഒടുക്കം എല്ലാം അറിയിച്ച നേരം കണ്ടില്ലേ? രണ്ടിനിട്ട് ഓരോന്ന് പൊട്ടിക്കുവാ വേണ്ടത്. ബാലൻ ദേഷ്യം വന്നു. അയാൾ ഫോൺ എടുത്തുകൊണ്ട് മെല്ലെ വെളിയിലേക്ക് പോയി. ആരെയോ ഡയൽ ചെയ്ത ശേഷം ഫോണെടുത്ത് കാതോട് ചേർത്തു. സരസ്വതിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വൈകാതെ വാര്യർക്ക് മനസ്സിലായി. കൈയെടുത്ത് തലകുടിഞ്ഞൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. അതിൽ നിന്നും ബാലൻ്റെ മാനസിക സംഘർഷം വ്യക്തമായിരുന്നു. 10-20 മിനിറ്റ് സംസാരിച്ചിട്ട് അയാൾ ഫോൺ പോക്കറ്റിൽ തിരികിക്കൊണ്ട് വാര്യരെ സമീപിച്ചു. ബാലൻ്റെ മുഖത്ത് വല്ലാത്ത വേദന. സംസാരിച്ചോ ബാല? ഒരു നെടുവീർപ്പോടുകൂടി അയാൾ വന്ന് അരബത്തിയിലിരുന്നു. അവൾക്ക് നല്ല സങ്കടമാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഈ കുട്ടികൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ബാലൻ ദയനീയമായി മാധവവാര്യരെ നോക്കി. ഞാൻ എന്താ എൻ്റെ ബാല നിന്നോട് പറയേണ്ടത്? അയാളുടെ വിഷമം കണ്ടപ്പോൾ വാര്യർക്കും സങ്കടമായി. സരസ്വതിയാണെങ്കിൽ ഗുപ്തനോടും നന്ദനോടും എങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കുമെന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് ശരിയല്ലേ? ബാലകൃഷ്ണൻ ആകെ അസ്വസ്ഥനായി. ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് ഓർത്തിട്ടൊരു ഊഹവുമില്ല. കുഴപ്പമില്ലടാ, നീ വിഷമിക്കാതെ. എങ്ങനെ വിഷമിക്കാതിരിക്കും മാധവ? ഞാൻ വിളിച്ച് സംസാരിക്കാൻ നന്ദനോട്. അയാൾ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു വ്യക്തിയല്ലേ? കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഇപ്പോൾ നന്ദൻ്റെ ശത്രുപക്ഷത്ത് വന്നതാരാ? അതുകൂടി നീ ഒന്ന് ഓർത്തേ. അയാൾ ആലോചനയോടെ ബാലനെ നോക്കി. ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ടുള്ള കാരണക്കാർ അകത്തിരിക്കുന്ന എൻ്റെ മകനും നിൻ്റെ മകളും അല്ലേ? ശോഭേ, ബാലകൃഷ്ണൻ ഭാര്യയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വീണ്ടും പോയി. അശോകാണെങ്കിൽ ഫോണും എടുത്ത് എന്തൊക്കെയോ നോക്കി ഇരിപ്പാണ്. ശോഭ അപ്പോഴേക്കും ഭർത്താവിൻ്റെ അടുത്ത് വന്നു. എന്താ ബാലേട്ടാ? ശോഭേ, നിനക്കല്ലായിരുന്നു ഏറ്റവും നിർബന്ധം നിന്റെ മകനെ കൊണ്ട് ലച്ചുവിനെ വിവാഹം കഴിപ്പിക്കണമെന്ന്? അയാൾ ഭാര്യയെ നോക്കി ചോദിച്ചു. ശോഭ ഒരു നനുത്ത പുഞ്ചിരിയാണ് അയാൾക്ക് മറുപടിയായി കൊടുത്തത്. നിനക്ക് ഈ കാര്യം നേരത്തെ ഒന്ന് ഇവിടെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കീർണമാവില്ലായിരുന്നു കേട്ടോ. അയാൾ ഗൗരവത്തിൽ ഭാര്യയോട് പറഞ്ഞു. എൻ്റെ രമേ, ഉള്ള കാര്യം പറയാലോ. എനിക്കാണെങ്കിൽ ലച്ചുവിനെ ഇവനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു താല്പര്യം.
ഞാനത് പലപ്പോഴും ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സരസ്വതി ഇങ്ങനൊരു നീക്കം നടത്തിയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് വിധിച്ചിട്ടില്ല ലച്ചുവിനെന്നോർത്ത് ഞാനങ്ങ് സമാധാനിച്ചു. ശോഭ ലച്ചുവിൻ്റെ അമ്മയോടായി പറഞ്ഞു. രമയൊന്നും മിണ്ടാതെ വിളറിയ ചിരിയോടെ അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് നിന്നു. ഞാനെന്തായാലും ഇറങ്ങുക. സരസ്വതി വിവരം അറിഞ്ഞ സ്ഥിതിക്ക് അവരോടൊക്കെ കാര്യം പറയട്ടെ, എന്നിട്ടാവാൻ ബാക്കി. വാര്യരോടായി പറയുകയാണ് അയാൾ. കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ കേട്ടോ മാധവ. അവൾ എന്താണ് പറയുന്നത് നോക്കട്ടെ. അതും പറഞ്ഞ് ബാലകൃഷ്ണൻ പോകാനായി തയ്യാറായി. ശോഭയും മകനും അയാളുടെ ഒപ്പം എഴുന്നേറ്റു. ലച്ചു, ദേവു, ഞങ്ങൾ ഇറങ്ങുക. ദേവു മാത്രം പുറത്തേക്ക് വന്നു. വൈകാതെ അവർ മൂവരും മടങ്ങിപ്പോയി. ഈ സമയം കൃഷ്ണമംഗലം തറവാട്ടിൽ എല്ലാവരും ചർച്ചയിലാണ്. സരസ്വതി അപ്പോഴേക്കും സഹോദരനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ ഭർത്താവിനോടും മകനോടുമായി അവതരിപ്പിച്ചു. ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി മോനെ, അല്ലെങ്കിൽ എന്താവുമായിരുന്നു നിന്റെ അവസ്ഥ? നിന്റെ ജീവിതം പോകില്ലേ? മനസ്സിൽ ഒരാളോടുള്ള പ്രണയവും നിറച്ച് ആ കുട്ടി നിന്റെ ഒപ്പം കഴിയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഗുപ്തൻ നായർ മകനോട് പറഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ പോയ നന്ദനെ വിളിച്ചു വരുത്തിയതാണ് സരസ്വതിയും ഭർത്താവും. ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമെന്ന് അവർക്ക് തോന്നി. മകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും മറുത്തൊരക്ഷരം ഉരിയാടാതെ അവനെല്ലാം കേൾക്കുക മാത്രമാണ് ചെയ്തത്. നന്ദ, നീ വിഷമിക്കണ്ട. കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരോടും വിളിച്ചറിയിക്കാം. ഒന്നും മിണ്ടാതുകൊണ്ടിരിക്കുന്ന മകനെ കണ്ടതും അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സങ്കടം. കാരണം അവന് ലച്ചുവിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നുവെന്ന് ഇരുവർക്കും അറിയാം. നന്ദ, നീ എന്താണൊന്നും പറയാത്തത്? ഞാൻ ഇനി എന്ത് പറയാനാ അമ്മേ? എല്ലാം ഇത്രത്തോളം ആയില്ലേ? മനഃപൂർവ്വം എന്നെ നാണം കെടുത്തിയില്ലേ അശോക്കും അവളും കൂടി? സമാധാനത്തോടെയാണ് നന്ദൻ അച്ഛനെയും അമ്മയും നോക്കി പറഞ്ഞത്. പോട്ടെ മോനെ, നിനക്ക് വിധിച്ചത് വേറെ ഏതോ ഒരു കുട്ടിയാണ്. ഈശ്വരൻ അവളെ നമുക്ക് വൈകാതെ കാണിച്ചു തരും. ഗുപ്തൻ നായർ എഴുന്നേറ്റ് വന്നിട്ട് മകൻ്റെ തോളി തട്ടി. ഇറ്റ്സ് ഓക്കെ അച്ഛാ. അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു സമയം കൂടി അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നന്ദൻ എഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്ക് പോയി. ഫാനാണെങ്കിൽ ഫുൾ സ്പീഡിൽ ഇട്ടുകൊണ്ട് നന്ദൻ കട്ടിലേക്ക് മലർന്നു കിടന്നു. തന്നെ ലച്ചുവും അശോകും അവൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ചതിച്ചിരിക്കുന്നു. ഓർത്തപ്പോൾ അവൻ്റെ പല്ല് ഞെരിഞ്ഞു. ഇനി പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ അശോകും ലച്ചുവുമായുള്ള മോതിരമാറ്റം നടന്നു. അവർ വിവാഹം കഴിച്ച് സുഖമായി കഴിയും. താനും തൻ്റെ വീട്ടുകാരുമാണ് പരിഹാസം ഏറ്റുവാങ്ങുന്നത്. എല്ലാവരുടെയും മുമ്പിൽ താൻ തലകുണിച്ച് നിൽക്കേണ്ടി വരും. ഒപ്പം തൻ്റെ മാതാപിതാക്കളും. സമ്മതിക്കില്ല വാര്യരെ. താൻ കളി കാണാൻ പോകുന്നേ ഉള്ളൂ. അവൻ മുരണ്ടു. കടിച്ച പാമ്പിനെ കൊണ്ടാണ് വിഷമിറക്കേണ്ടത്. പക്ഷെ ഇവിടെ താൻ കളിക്കാൻ പോകുന്നത് വേറൊരു കളിയാണ്. നന്ദൻ കണക്ക് കൂട്ടി. വിടില്ല ഞാൻ ഒന്നിനെയും. ഈ നന്ദൻ ആരാണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നേ ഉള്ളൂ. കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് നന്ദൻ മന്ത്രിച്ചു. തുടരും.